ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പോൾ ടൈറ്റിലിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും, ഇത് വാട്ട്സ് ഇൻ മൈ ബാഗ് കൈൻഡ് ഓഫ് ഒരു വീഡിയോ ആണ്. എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് വീഡിയോസാണ് വാട്ട്സ് ഇൻ മൈ ബാഗ്. അതിൻ്റെ തന്നെ പല വേർഷൻസും ഉണ്ട്. ലൈക്ക് ട്രാവൽ ബാഗിൻ്റെ വേർഷൻ ഉണ്ട്, മേക്കപ്പ് ബാഗിൻ്റെ വേർഷൻ ഉണ്ട്, അല്ലാതെ എവറി ഡേ യൂസ് ചെയ്യുന്ന ബാഗിൻ്റെയും നമുക്ക് കാണും വീഡിയോസ്. അപ്പോൾ ദിസ് ഇസ് മൈ വേർഷൻ ഓഫ് വാട്ട്സ് ഇൻ മൈ ബാഗ് മേക്കപ്പ് ബാഗ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ബാഗും വാങ്ങിച്ച് ഇങ്ങനെ ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് തന്നെ ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ടുള്ളൂ, ഒരു 1 year ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ പിങ്ക് കളർ ബാഗ്. ഇത് ഞാൻ എവിടെയോ, അതായത് യൂട്യൂബ് വീഡിയോസ് ആണോ അതോ ഇൻസ്റ്റഗ്രാമിലാണോ എവിടെ നിന്നോ ഞാൻ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. അത് ഓൺലൈനിൽ തന്നെയാണ്, ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട് എവിടെ നിന്നോ ആണ്. ഐ വിൽ ജസ്റ്റ് put the links of not only this bag but every kind of products that I have. I will just put the link in the description box. If you want, you can go and check. Okay, അപ്പോൾ ഇത് ഹാങ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ്, ഹാങ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. എൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്, പക്ഷേ കൈയും കാലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ when I choose a moisturizer, I buy like 2 kinds of moisturizer, like one for oily skin and for dry skin also. അപ്പോൾ മുഖത്ത് ഞാൻ ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്, മമ്മാർത്തിൻ്റെയാണ്. ഒട്ടും എന്താ പറയുക, സ്റ്റിക്കിയോ അങ്ങനെയൊന്നുമല്ല, നല്ല പ്രൊഡക്റ്റാണ് മമ്മാർത്തിൻ്റെ. പിന്നെ വരുന്നത് ജസ്റ്റ് ഒരു കോംബോ. നെക്സ്റ്റ് ഒരു സൺസ്ക്രീനാണ്. ഇത് പക്ഷേ ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പോഴല്ല. ഇത് ഞാൻ ഓൺലൈനിൽ തന്നെ മേടിച്ചതാണ്. പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിട്ടിട്ട് ഞാൻ എവിടെയോ പുറത്തേക്ക് എന്തോ പോയിട്ട് ഞാനപ്പോൾ കോളറായിട്ടുള്ള വൈറ്റ് കളറായിരുന്നു, കോളറായിട്ടുള്ള എന്തൊരു ഷർട്ട് എന്തോ ഇട്ടിരുന്നത്. ഷർട്ടുമ്പോൾ നിറച്ചും ഇതിൻ്റെ ഈ ഒരു കളർ, അതായത് ഈ ഒരു യെല്ലോ കളർ കൈൻഡ് ഓഫ് കളറാണ് ഇതിന്. അത് മുഴുവനായി കാര്യം, അത് ഒറ്റ വാഷിൽ തന്നെ അതൊക്കെ എല്ലാം പോയി, അതിൻ്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ പോയി. ബട്ട് ഐ എം നോട്ട് റെക്കമെൻഡിങ് ദിസ് തിങ്. ഇൻസ്റ്റഡ് ഐ ഹാവ് ബീൻ യൂസിങ് UV Dogs SPF 50. ഇത് എല്ലാവരും തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ. ആൻഡ് ദിസ് ഇസ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെയർ സെറമാണ്, ലോറിയലിൻ്റെ സ്മൂത്തനിങ് ആൻഡ് റിപ്പയറിങ് സെറം. പിന്നെ വരുന്നത് ഐ ഷാഡോ, ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, മാൾസിൻ്റെയാണ്. ഓക്കെ, ഇതിന് 12 ഷെയ്ഡ്സ് ആണുള്ളത്. ഇതൊന്നും ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ മേക്കപ്പ് ഇടുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് എങ്ങാനും ഇടാം. കാരണം ഞാൻ ബേസിക്കായിട്ട് ഇപ്പം ഞാൻ അധികം ഫങ്ഷൻസിന് പോകാറില്ല. പക്ഷേ ഞാൻ പണ്ടൊക്കെ പോയിരുന്നപ്പോൾ ഇതേപോലെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ അങ്ങനത്തെ ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല. ജസ്റ്റ് ബേസിക്കായിട്ടുള്ള മേക്കപ്പ് മാത്രം, അതായത് ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ഐ ഷാഡോ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് മുടി അങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ പോകും. അല്ലാതെ ഇങ്ങനെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ അങ്ങനത്തെ പ്രൊഡക്റ്റ് പോലും എനിക്കുണ്ടായില്ല. ഇപ്പോഴൊക്കെയാണ് അതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നങ്ങാണ്ട് ഒരു വർഷം എന്തോ ആയിട്ടുള്ളൂ ഞാനതൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും കൂടി പഠിച്ചിട്ട് വേണം. അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തതിടാം. ഓക്കെ, അപ്പോൾ ഐ ഷാഡോ 12 ഷെയ്ഡ്സ് ഉണ്ട്, മാൾസിൻ്റെയാണ്. നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെയാണ് ബ്രഷ് ഒക്കെ ഉപയോഗിക്കുന്നത്.
ഇതൊരു സാധാ മിററാണ്, കിട്ടിയപ്പോൾ അതിനകത്ത് വെച്ചോണ്ട്. ഇത് പ്ലക്കർ ഞാൻ മേടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ കവറാണിത്. പക്ഷെ ഞാനിത് കളഞ്ഞില്ല. ഇതിനുള്ളിൽ തന്നെ ഞാൻ നെയിൽ ഷേപ്പർ, നെയിൽ കട്ടർ, പ്ലക്കർ, ഇത് മൂന്നും കൂടി ഒരുമിച്ച് എനിക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ കവറിൽ സെയിം കവറിലാക്കി വെച്ചതാണ്. അല്ലെങ്കിൽ ഇത്രയും ചെറിയ സാധനങ്ങൾ ആവശ്യമുള്ളപ്പോൾ തപ്പിക്കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഇസ് മസ്കാര. ഇത് ബ്ലൂ ഹെവൻ ലാഷ് ട്വിസ്റ്റ് കേളിംഗ് മസ്കാര. മസ്കാര എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ പണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒത്തിരി കുറവാണ്. ഉപയോഗിക്കുമായിരുന്നു, പക്ഷെ കുറവാണ്. വേറെ എന്തോ ഒരു ടൈപ്പായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. വരുന്നത് ഓക്കെ, ദിസ് ഇസ് ഫൗണ്ടേഷൻ ലാക്മേ അബ്സല്യൂട്ട് SPF 30. Okay. Again, this is it. Okay, ഇതൊരു പഫാണ്, ലൈക്ക് മേക്കപ്പ് സ്പോഞ്ച്. ഓൺലൈനിൽ നിന്ന് അല്ല, ഇത് അല്ലാതെ പുറത്ത് പോയപ്പോഴൊന്നും മേടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. കവറിൽ തന്നെ ഇരിക്കുകയാണ്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മമ്മി എടുത്തു, അപ്പം ഞാനെടുത്തു. എൻ്റേത് ഇങ്ങനെ തന്നെ പുതിയതായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നെയിൽ പോളിഷ്. നൈക്കയുടെയാണ്. ഇതിൻ്റെ കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ട്രെൻഡിങ് ടാൻ 349. വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിക്കിതുപോലത്തെ ന്യൂഡ് ഷെയ്ഡ്സുകൾ ഭയങ്കര ഇഷ്ടം. സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നൈക്കയുടെയാണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ അല്ലാതെ കടയിൽ നിന്ന് തന്നെ പോയി മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ലിങ്ക് ഓൺലൈനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ, നൈക്കയുടെ തന്നെ വേറൊരു നെയിൽ പോളിഷ് ബോബോ ബ്ലൂ 355 എന്നാണ് ഇത്. പിന്നെ ഇത് ലാക്മേയുടെ ആണ്, റെഡ് കളറാണിത്. കളർ ലാക്മേയുടെ ആണ്. ഓക്കെ, റെഡ്. എനിക്കൊരു ബ്ലാക്ക് ഉണ്ടായിരുന്നു, അതെവിടെയാണെന്ന് ഇപ്പോൾ അറിയില്ല, അത് തീർന്നൊന്നും അറിയില്ല. ഓക്കെ, ഇത് ഐലൈനറാണ്, ജസ്റ്റ് ലാക്മേയുടെ തന്നെ ഐലൈനർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. ലാക്മേയുടെ ലിക്വിഡ് ലിപ് കളർ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 19 ന്യൂഡ്. അതാണ് ഇതിൻ്റെ ഷെയ്ഡ്, അതേന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഇതിൻ്റെ കളർ, കാണാൻ പറ്റുന്നത്. ബൈ ദ വേ, ഞാൻ ഇട്ടിരിക്കുന്നതും സെയിം ആണ്. ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വേറൊരു ലിപ്സ്റ്റിക്ക് റെഡിൻ്റെയാണ്, നൈക്കയുടെ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 16 മധു എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോഴും ഉപയോഗിക്കുക, ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കാറുള്ളത്. എനിക്ക് റെഡ് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. റെഡും പിന്നെ അതേപോലത്തെ സ്കിൻ കളറിൻ്റെ ഷെയ്ഡ്സ് എനിക്കിഷ്ടമാണ്. എനിക്ക് ചെറുപ്പം മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ചെറുപ്പം മുതൽ, അതായത് ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3rd ക്ലാസ്സിനും താഴെ
ഞാൻ പുറത്തായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. അവിടെ വെച്ചിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ക്രേസായിരുന്നു. അതേപോലത്തെ ഹാൻഡ് ബാഗ്, അതേപോലെ ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ കണക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ പോലും, സ്റ്റോക്ക് കീപ്പർ അവിടെ ഉണ്ടെങ്കിൽ പോലും, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഐ ഓൺ ഇറ്റ്. ഞാൻ നേരെ ആ സാധനം എടുത്തിട്ട് ബാഗിലിട്ടിട്ട് ഇറങ്ങിപ്പോരും. അവസാനം മമ്മി തിരിച്ചു വന്നിട്ടാണ് അത് എൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് അതൊക്കെ കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു ലിപ്സ്റ്റിക്കും അതേപോലെ ബാഗ്, ഹാൻഡ് ബാഗ്. എന്തോരം കിട്ടിയാലും മതിയാവില്ല, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ ലാക്മേയുടെ തന്നെ നെയിൽ റിമൂവർ, നെയിൽ പോളിഷ് റിമൂവർ, ട്രാൻസ്പെറൻറ്റ്, ലാക്മേയുടെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഒരു കളർ കൂടിയിട്ട്. പിന്നെ വരുന്നത് ഐക്കോൺ കാജൽ, ലാക്മേ കാജലാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്റ്റ് എല്ലാവരുടെ കയ്യിലും കോമൺ ആണ് ഈ സംഭവം. പിന്നെ വരുന്നത് ലോക്സ് ഓഫ് ക്ലിപ്പ്, 3 ക്ലിപ്പുണ്ട്. അല്ലാതെ വേറെ കുറച്ച് ക്ലിപ്പുകളുണ്ട്, അത് താഴെ വേറൊരു സെറ്റ് ഉണ്ട്. ഇതിലിപ്പോൾ 3 കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൈനലാണ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ വേറെ ഒരു ഫേസർ പോലത്തെ സംഭവം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ലെറ്റ്സ് ഷേവിൻ്റെയാണ്, ഫേഷ്യൽ റേസറാണ്. എനിക്ക് ഹെയർ ഗ്രോത്ത് കൂടുതൽ, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ റേസർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് തന്നെ മേടിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് ആക്ച്വലി എ സെറ്റ് ഓഫ് 3 or 4. എനിക്കത് കൃത്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ലെറ്റ്സ് ഷേവിൻ്റെയാണ്. എനിക്കിത് ഒന്നുകൂടി ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാനുണ്ട്. ഫേസർ ഇത് ആക്ച്വലി ഞാൻ വേറൊരെണ്ണം ഞാൻ മാറ്റി, പല ടൈപ്പ് ഉണ്ട് റേസർ, ഫേഷ്യൽ റേസർ എന്ന് പറയുന്നത്. ഞാൻ 2019 മുതലാണ് ഞാൻ റേസർ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ മുതൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് മാറ്റിയായിരുന്നു, വേറൊരു ടൈപ്പ് ഓഫ് റേസർ ഞാൻ മേടിച്ചു. പക്ഷേ അത് ഉപയോഗിച്ചിട്ട് എനിക്കെന്തോ ഒരു നാക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്നിട്ട് മുറിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ അത് നിർത്തി തിരിച്ച് ഇത് തന്നെ മേടിച്ചു ഞാൻ. ഇറ്റ്സ് എ ഗുഡ് പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേസർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് പ്രൊഡക്റ്റ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫൗണ്ടേഷൻ ഉണ്ട്, ബട്ട് കൺസീലർ ഒന്നുമില്ല. അപ്പോൾ എനിക്കത് ഒരെണ്ണം ഓൺലൈനിൽ നിന്ന് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം മേക്കപ്പ് ഇടുന്ന വീഡിയോസുകളൊക്കെ കണ്ട് റെഫറൻസ് എടുത്ത് എനിക്കൊരു മേക്കപ്പ് വീഡിയോ ഇടാനായിട്ട്. സോ ഐ തിങ്ക് യു ലൈക്ക് ദിസ് വീഡിയോ. I hope you like this video. Do subscribe. Thank you so much. Bye.